അസ്സലാമു ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ തന്നെ കഞ്ഞിക്ക് അങ്ങ് വെച്ച് കേട്ടോ. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കഞ്ഞി അങ്ങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സമൂസ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് സവാള ഒന്ന് കൊത്തി അരിഞ്ഞ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാൻ കേട്ടോ. ഞാൻ മല്ലിയില ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയില ഉള്ളവർ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല സമൂസയായിരുന്നു കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതങ്ങ് മാറ്റി വെച്ച് കേട്ടോ. കാരണം അസ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെയൊക്കെ റെഡിയാക്കി അങ്ങ് മാറ്റി വെച്ചു. ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടാറിയിട്ട് നല്ലതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പാകത്തിനിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വീട്ടിൽ കുഞ്ഞു മക്കളുള്ളവരാണെങ്കിലും അതുപോലെ നോമ്പെടുക്കാത്തവരൊക്കെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് പഴയ ജോലികൾ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അടുക്കളയിൽ നമ്മൾ പാചകം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറിയും ചോറും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, തോരനും ഒക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമസ്കാരവും ഓതലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വന്ന് ഞാൻ ചിക്കൻ തലേന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് നോമ്പല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് കറി വെക്കാൻ വേണ്ടി എടുത്തു. കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നാളെ എങ്ങനെ കറി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തി അവിടെ ഇരിപ്പുണ്ട്, മോളും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മോൾക്ക് ചുമ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, അപ്പം കുറവുണ്ട്. എന്നാലും സ്കൂളിൽ വിട്ടിട്ടില്ല. ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ആൾ സൈക്കിളിൽ നിന്ന് വീണു എന്ന് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആളൊന്ന് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ശരീരമൊക്കെ ഒന്ന് എന്താ ഉരഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ആൾ. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്നലെ വീഡിയോയിൽ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ കമൻറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ കമൻ്റ് ഇട്ടിരിക്കുന്നത് വൈഗയാണ് കേട്ടോ. ഞാനും പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയുമായി പള്ളിയിൽ നോമ്പ് കഞ്ഞി വാങ്ങുവാൻ പോകുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈഗയാണ് കേട്ടോ അങ്ങനെ കമൻ്റ് ഇട്ടത്. അപ്പോൾ വേറൊരു കമൻറ്റ്, ഉമ്മയില്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കാൻ വയ്യ, ഉമ്മയുടെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ, ആമീൻ. പിന്നെ ജാസ്മിൻ നാസർ റമദാൻ മുബാറക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. റമദാൻ മുബാറക്. പിന്നെ വലൈക്കും അസ്സലാം. ആദ്യമായി കഞ്ഞി കാണുന്നത് ഇവിടെ ഉലുവാക്കഞ്ഞി അല്ലേ തരിക്കഞ്ഞിയാണോ? ഓക്കെ. പിന്നെ വേറെ എന്താ, റമദാൻ വ്ലോഗ് അടിപൊളി. ഞാൻ വേറെ ചാനലിൽ ഇതുപോലെയുള്ള കഞ്ഞി പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടാണല്ലേ. ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ നിന്ന് കഞ്ഞിയൊന്നും കിട്ടാറില്ല. വീട്ടിൽ തന്നെ പച്ചരി നേരിയരി ഒക്കെ വെച്ച് കഞ്ഞി ഉണ്ടാകും. ഓക്കെ. നെക്സ്റ്റ് വീഡിയോ വെയിറ്റിംഗ് ആണ്, ഇൻഷാ അല്ലാ ഇടാം. സൂപ്പർ വീഡിയോ. നോമ്പ് തുറയ്ക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ അടിപൊളിയാണ്. നമ്മളെ ശകുന്തള ചേച്ചി അവരൊക്കെ നമ്മുടെ പഴയ വീഡിയോ മുതലേ പിന്നെ കമൻ്റ് ഇടുന്നവരാണ് കേട്ടോ. പിന്നെ എന്തുവാ ജ്യോതി ചേച്ചി ഇട്ടിരിക്കുന്നത്, നോമ്പ് ഇഷ്ടമാണ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. പിന്നെ എന്താ, ഉമ്മച്ചി എവിടെ? ഹായ് ഇതാ, എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം എന്നായിരിക്കും കേട്ടോ. നല്ല വിശേഷം, അൽഹംദുലില്ലാ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്ഥിരം കമൻ്റ് ഇടുന്നവർ മൊത്തത്തിൽ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ശ്രീനിവാസൻ, പിന്നെ പരിശുദ്ധ റമദാൻ വരുവാണല്ലോ, അറിഞ്ഞോ അറിയാതെ ഞാൻ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വയ്ക്കരുത് കേട്ടോ. ഒക്കെ പൊരുത്തപ്പെട്ട് തരണം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം എന്നെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ എന്നെയും നിങ്ങളുടെ
നിങ്ങളെയും നാളെ പടച്ചവൻ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇന്നലത്തെ കമൻ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഇന്നലത്തെ ആദ്യത്തെ റമദാൻ വ്ളോഗിൽ ഇട്ടിട്ടുള്ള കമൻസാണ്. പിന്നെ കുറച്ച് പേര് ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കമൻസ് ഇതൊക്കെയായിരുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ വായിച്ച എല്ലാവർക്കും. അപ്പോൾ അതെ, ഞാനാണെങ്കിൽ ചിക്കനൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഞാൻ പൊടികളല്ലാതെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. അതായത് ഇങ്ങനെ മൂപ്പിച്ചൊന്നുമല്ല, അല്ലാണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങ് തിരുമ്മി കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ വെക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടാണ് വെക്കാറ്. ചിക്കൻ കറിയിലാണെങ്കിലും ഇറച്ചിക്കറിയിലാണെങ്കിലും അല്ലാതെ വെക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഒന്ന് പൊടി ചൂടാക്കി ഇടുന്നത് കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ കുക്കർ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുകും ഉലുവയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ചതച്ചെടുത്തിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിലോട്ടാക്കിയിട്ട് വേണം എനിക്ക് നമസ്കരിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പാത്തുക്കുട്ടിയെ ഒന്ന് പിറം കഴുകിയൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടി അപ്പോൾ ഇതങ്ങ് അടുപ്പിലോട്ടാക്കിയിട്ട് ഞാനങ്ങ് പോകും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ മുമ്പ് വന്നിട്ട് എല്ലാം റെഡിയാക്കി എടുത്താൽ മതി. എല്ലാം എന്ന് വെച്ചാൽ എന്തോ കുറച്ച് സമൂസ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്. നോമ്പ് തുറന്നതിന് ശേഷം നമ്മളെ ഒരുക്കി വെക്കുന്നതൊന്നും നമുക്ക് കഴിക്കാനും പറ്റത്തില്ല. ചുമ്മാ കാണിക്കാമെന്നുള്ള ഉള്ളതല്ലാതെ നമുക്കത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഞാനാണെങ്കിൽ ചിക്കൻ കറി അടുപ്പിലോട്ടാക്കിയിട്ട് പിന്നെ പോയി നമസ്കരിച്ചു കേട്ടോ. നമസ്കരിക്കുകയും പിന്നെ കുറച്ച് ഖുർആൻ ഓതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷോർട്ടിലും ഒത്തിരി കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്ക ഇല്ലാത്ത ആദ്യത്തെ നോമ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പടച്ചവൻ ഓരോ സമയത്ത് ഓരോരോ സങ്കടങ്ങൾ തരുമില്ലേ, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ മറ്റേ കമൻറ്റ്, ആ ഷോർട്ടിലെ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഉനൈഷ ഹബീബ് സൂപ്പർ, മാഷാ അല്ലാ. പിന്നെ ഹാർട്ട് കുറേ ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, എൻ്റെ ഉമ്മയില്ലാത്ത ഫസ്റ്റ് നോമ്പ് സഫിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മയില്ലാത്ത ആദ്യത്തെ നോമ്പാണ് അവരുടെ. നമ്മുടെ ആദ്യത്തെ നോമ്പാണ് എൻ്റെ ഉമ്മച്ചി ഇല്ലാത്ത. പിന്നെന്താ, എൻ്റെ ഉപ്പയില്ലാത്ത രണ്ടാമത്തെ നോമ്പ്. യാ അള്ളാ, നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കണേ. അവരെയും നമ്മളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ, ആമീൻ. അത് മുനീഷ ഹബീബാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ തോന്നുന്നു കേട്ടോ, ഇത്താന്ന് വിളിക്കാം. സുൽഫി മാഷാ അല്ലാ. ഷൈല നൗഷാദ് മാഷാ അല്ലാ. പിന്നെ എൻ്റെ ഇക്കയില്ലാത്ത ആദ്യത്തെ നോമ്പൊക്കെ എന്ത് ചെയ്യും. പിന്നെ കുറേ പേര് ഹാർട്ട്, പിന്നെ റമദാൻ മുബാറക്ക് ഇട്ടിട്ടുണ്ട്, അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടുന്ന ഞങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് വായിച്ചാൽ ഞങ്ങൾക്കത് സന്തോഷമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അങ്ങ് റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നും പറഞ്ഞ് കൊനസ്റ്റ് ചോദ്യങ്ങളൊന്നും ചോദിച്ച് കളയരുത് കേട്ടോ. ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയത്തില്ല. അപ്പോൾ എന്താ, ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എന്താ, സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. സമൂസ ലീഫല്ലേ, ഞാൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് അങ്ങനെ കോണോട് കോൺ അറിയാമല്ലോ, അങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തു എടുത്തു. അതിൻ്റെ അകത്ത് ഫില്ലൊക്കെ ചെയ്തു അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 6-7 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് നോമ്പ് കഴിഞ്ഞ ശേഷം. പാത്തുകുട്ടി മാത്രം ഒരു 2-3 കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാപ്പാക്ക് ഇങ്ങനെയുള്ള സംഭവമൊന്നും അത്ര പിടുത്തമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയാമോ, ഇന്ന് പിന്നെ അത്താഴത്തിന് എണീറ്റ സമയത്താണ് ഞാനും അനിയത്തിയും കൊണ്ട് ഇത് കഴിച്ചത്. അപ്പോൾ സാധാരണ ഞങ്ങൾ അത്താഴത്തിന് എണീക്കുമ്പോൾ അത്താഴത്തിൻ്റെ വീഡിയോ എടുക്കാത്തത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഈ വെട്ടത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ആ സമയത്തൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവത്തില്ല. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ രാത്രിയുള്ള അതായത് നമ്മളെ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത്. പിന്നെ എന്താ, പിന്നെ ഞങ്ങൾ ചോറാണ് കേട്ടോ കഴിക്കുന്നത്, കാപ്പിയൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നോമ്പ് തുറയ്ക്ക് പലരും കഴിഞ്ഞ റമദാനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാപ്പിയൊന്നും ഉണ്ടാക്കുക, അതായത് ചായക്കടി, ഈ അപ്പം, ദോശ, അങ്ങനെയുള്ള എന്തോ അരിപ്പത്തിരി അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല. എന്തായാലും കാപ്പി കഴിക്കുന്നൊരു പൊതുവേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കാപ്പി.
പിന്നെ ഉമ്മച്ചിയുള്ള ടൈമിൽ ഉമ്മച്ചിക്കാണെങ്കിലും കാപ്പി നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എനിക്ക്. അപ്പം ചോറേ കഴിക്കത്തുള്ളൂ ഞാൻ. കാപ്പിയൊന്നും പണ്ട് മുതലേ കുഞ്ഞുനാൾ മുതലേ നോമ്പെടുക്കുമ്പോൾ ഞാൻ അത്താഴത്തിന് ചോറ് കഴിച്ചിട്ടാണ് നോമ്പെടുക്കുന്നത്. അതല്ലെങ്കിൽ നോമ്പ് കഞ്ഞി. എനിക്ക് നോമ്പ് കഞ്ഞിയാണ് ചോറിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് ക്ഷീണം തോന്നിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാതിരിക്കുന്നത്. പിന്നെന്താ, നമ്മളെ കഞ്ഞി അവിടെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ ആ ഗ്യാസിൻ്റെ പുറത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. കഞ്ഞിയാണ്. കഞ്ഞിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറിയും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കുറേ മത്തങ്ങ മേടിച്ചിട്ടുണ്ട്, തണ്ണിമത്തങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കി എടുത്ത്. അപ്പോഴത്തേക്കും പാത്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടുള്ള ഐറ്റമാണ് ഈ തണ്ണിമത്തങ്ങ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആളിന് തണ്ണിമത്തങ്ങ. അപ്പം അത് ഒരെണ്ണം കട്ട് ചെയ്തപ്പോഴേ വന്നു കേട്ടോ. അന്ന് ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടാങ്കൊക്കെ കലക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ഈത്തപ്പഴവും ഇന്നലത്തെ നല്ല പുളിയുള്ള ആപ്പിളിൻ്റെ കുറച്ച് കഷ്ണം കൂടെ വെച്ചിട്ടുണ്ട്. അത് പകുതി ആപ്പിളാണ് കേട്ടോ. അപ്പോൾ പുളി പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ പകുതിയും കൂടെ കട്ട് ചെയ്ത് വെച്ചു. എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഈ സമൂസ ഇതിൽ എണ്ണത്തിൽ കുറച്ച് കുറവ് വന്നു കേട്ടോ. 2-3 എണ്ണം പാത്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ബാക്കി ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തങ്ങ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചായയും ഈ വെള്ളം കലക്കിയതുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് കേട്ടോ. എനിക്ക് വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ചോറാണ്. പാപ്പാക്ക് ഗോതമ്പ് വെച്ചിട്ട് പുട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ രാവിലെ പുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് ഒന്നും കൂടി ആവി കയറ്റിയിട്ട് പാപ്പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് വെള്ളാങ്കണ്ണി മീനായിരുന്നു കേട്ടോ. മാങ്ങയും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള കറിയായിരുന്നു. പക്ഷേ ഉപ്പ് തീരെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.